മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഓറഞ്ച് അലർട്ടിന് ഏത് നിമിഷവും സാധ്യതയാണ്. പത്രത്തിലുണ്ടോ? ഇതിലല്ലേ ഉള്ളത്. ഒരു കഷ്ടം നോക്ക്. ഇതെങ്ങാനും ഷട്ടർ തുറന്നിട്ട് വെള്ളം ഇങ്ങോട്ട് കുത്തിയൊലിച്ച് വന്ന വീടും കൂടെ ഒക്കെ ഒലിച്ചു കൂട്ടോ. ഇജ്ജ് പേടിപ്പിക്കില്ല സുഗത, അല്ലെങ്കിൽ തന്നെ മനസ്സിന് ഉറക്കം കിട്ടില്ല ഇന്നലെ മുതൽ. അതെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ 3 സ്കൂട്ടറിന്റെ ട്യൂബ് ചേർത്ത് വെച്ച് കെട്ടിട്ട് അതിന്റെ മുകളിലാണ് കിടന്നുറങ്ങണേ. അതിന് വെള്ളം വന്നാലും പൊങ്ങി എവിടെയെങ്കിലും കിടക്കുമല്ലോ, വെള്ളത്തിനടി പോകില്ലല്ലോ. നീ ഇപ്പൊ ഈ സ്കൂട്ടറിന്റെ ട്യൂബ് വെച്ചിട്ട് എന്തൊരു കാര്യം? നീ വല്ല JCBയുടെ ട്യൂബ് നോക്കിയാ നിന്നെ താങ്ങണ്ടേ? അതെ, ഇവനതൊക്കെ പറയാം. ഒറ്റത്തടിയാണേ, നമുക്ക് കുടുംബമുണ്ട്, അവരെ രക്ഷിക്കണ്ടേ. ഞാൻ ഒറ്റത്തടിയാണെങ്കിൽ എനിക്ക് ഞാനില്ലേ. അല്ല, സംഭവം ഉള്ളത് തന്നെ കേട്ടോ. നമ്മളാ ദാമോരട്ടം വന്നിട്ട് എന്റെ പേരിലും വന്ന് പറഞ്ഞിനി പെട്ടെന്ന് ഒഴിഞ്ഞു പോയിക്കോ പോയിട്ടോ. എന്തുട്രാ ഈ പറയണത്? നിങ്ങൾക്ക് എന്തുട്ട് പേടി തുറമാണ്ടാ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങക്ക് 92-ല് അന്ന് ഞങ്ങളുടെ ഫാമിലി കുടിയേറി പാർത്ത സമയമാണത്. നിങ്ങളൊന്നും ഇവിടെ എത്തിയില്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തില് വേറാറും മഴയാണ്. ഡാമിൽ വെള്ളം ഇങ്ങനെ കയറി കയറി വരെ ആൾക്കാരുടെ മനസ്സിലൊക്കെ വല്ലാത്ത പരിഭ്രാന്തി തുടങ്ങി. ഈ സമയത്ത് ഡാം തുറക്കണ്ട എന്നുള്ളൊരു ആശങ്കയാണ്. സംഭവം എന്തിനു പറയണു? ഡാമ തുറന്നു. ഡാം തുറന്ന് മലവെള്ളം വരമാതിരി ഒരു വരവാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു കുലുക്കം വേണ്ടേ? ഒരു വിറകും കൊള്ളി ഒഴുകി പോയില്ലേ അവിടുന്ന്. ആ ജാതി സ്ഥലം അത്. അല്ല, നിങ്ങൾ നേരിട്ട് കണ്ട അനുഭവമാണ്. അന്ന് ആകെ 4-5 വീടും അത് ഡാം വിട്ടിട്ടൊക്കെ. അപ്പൊ നമ്മളൊക്കെ താമസിക്കാൻ സ്ഥലമില്ലാണ്ട് ഡാമിന്റെ അടുത്തല്ലേ താമസിക്കണേ. വെള്ളം ഒഴുകി പോകേണ്ടടുത്താ വീട് വെച്ചേക്കണേ. വേറൊരു കാര്യം ഞാൻ കേട്ടെന്ന് അറിയോ? നമ്മൾ ഈ ഡാം മണ്ണുകൊണ്ടാണ് പോലെ ഉണ്ടാക്കി, പെട്ടെന്ന് പൊളിഞ്ഞു പോലേ. എന്തോട്ടാവാൻ പറയുന്നത്? അതായത് കുറച്ച് മണ്ണ് ഇങ്ങനെ കൊഴിച്ചു വെച്ചിരിക്കല്ല. മണ്ണ്, ചുണ്ണാമ്പ്, ശർക്കര, പച്ചലുകള്, ഇതിന്റെ മിശ്രിതാണ് ഈ സാധനം. ഈ സാധനം നമ്മൾ നോക്കിണ്ട പഴയ കാലത്ത് നമ്മളെ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. ഈ സാധനം കുത്തിപ്പിടി ആരെ കുത്തിയാ മതിയത്, അത്ര ഉറപ്പാണ്. നേരെ മുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെങ്ങാനും കുറച്ച് സിമെന്റ് വെച്ച് തേച്ച സാധനം പോയി. അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാർക്ക് അവർക്കൊന്നും ഈ കൈക്കൂലിയുടെ കളി അറിയില്ല. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കളി അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ സാധനം അപ്പൊ പൊളിഞ്ഞ് പാളീസായിന്ന് വെച്ചാൽ മതി. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ സർക്കാർ അല്ല രാജിവെക്കേണ്ടത്. ഇത് രാജിവെക്കേണ്ടത് അമേരിക്കൻ സർക്കാരാണ്. ട്രംപ് ആണ് രാജിവെക്കേണ്ടത്. ട്രംപ് എന്ത് വെച്ചെന്നാ ഈ പറയണേ? ഇത് അവരാൾക്കാരുണ്ടാക്കിയ ഡാമല്ലേ. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. അല്ല, ഇപ്പൊ ട്രംപ് ആണ് ബ്രിട്ടീഷ്. അത് ശരി. പിന്നല്ലാണ്ട് അല്ല, ആരായി ട്രംപ്? ട്രംപ് അമേരിക്ക. അല്ല, നീ ഇപ്പൊ അത് വിവരിക്കാൻ നിൽക്കുക. ഇയാളോട് പറയാൻ നിന്നുണ്ടെങ്കിൽ കാപ്പാട് വാസ്കോടി നമ്മ കാലുകുത്തിയ കഥ മുതൽ പറയേണ്ടി വരും. നിങ്ങൾ എന്തിനാ ഈ ഡാം മറ്റേ പൊട്ടണ കഥ പറയണ്? ഇത് പൊട്ടുന്നല്ലോ പറയണ്, ഷട്ടർ തുറക്കുന്നല്ലേ പറയണേ. അതാ പറഞ്ഞ പൊട്ടിയ വരെ ഇവിടെ പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്, ചങ്കുറപ്പുള്ള ആൾക്കാരാണ്. ഇയാൾക്ക് ചങ്കുറപ്പുണ്ടാവേ, കാരണം കയ്യിലെ കാശുണ്ട്. ബാക്കിയുള്ള കടം മേടിച്ചിട്ട് 5 സെന്റ് സ്ഥലം മേടിച്ചൊരു വീട് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ആ മാത്താപ്പിളനൊക്കെ നോക്ക്, നെഞ്ചു വിരിച്ചിട്ടാ നടക്കണേ. ആ ചങ്കുറപ്പ എനിക്ക്. മാത്താപ്പിളുടെ വീട് ഡാമിന്റെ എത്ര ദൂരെ കിടക്കുന്നത്? നമ്മുടെ വീട് അടുത്തല്ലേ, നമുക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടൊക്കെ മലവെള്ളപ്പാച്ചിൽ കണ്ടിട്ട് ഞെട്ടാതെ അങ്ങനെ ഉരുക്ക് പോലെ നിൽക്കണ ആൾക്കാരാണ് ഇവരെ. ഇങ്ങനെ ധൈര്യമൊക്കെ തരും, പക്ഷെ ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവര് പറയും വെള്ളം പോവില്ല, ഒരു പേടിയും പേടിക്കണ്ടെന്ന് പറയും. വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം നശിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ 5 കോടി 10 കോടി പ്രകൃതി ദുരിതം നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കട്ടെടുക്കും അവര്. അതെ, ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ കേരളത്തിലുള്ള സകലമാന മരങ്ങളും അങ്ങോട്ട് മുറിച്ചു മാറ്റുക. എന്തുട്ടാ മരക്കമ്മിയോടൊന്നുണ്ട്? അതല്ല ശീതലേട്ടാ, ഇപ്പൊ മരം ഉള്ളത് കൊണ്ടാണല്ലോ മഴ പെയ്യുന്നത്. മഴ പെയ്യുമ്പോഴല്ലേ ഇങ്ങനെ വെള്ളം കെട്ടി വരുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് പേടിക്കേണ്ടി വരുന്നത്. മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയാൽ പിന്നെ മഴ പെയ്യില്ല, വെള്ളം ഉണ്ടാവില്ല. എന്ത് വിവരക്കാരാണ്ടോ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നമ്മളോട് മാസന്മാരും ഭേദപ്പെട്ടവരൊക്കെ പറഞ്ഞത് മരം കുഴിച്ചിടുക. ഇപ്പൊ ഇത് മുഴുവനായിട്ട് വെട്ടി മാറ്റുക. നിങ്ങളൊക്കെ മാസന്മാര് പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് മരം മുറിച്ചു കളയേണ്ടി വരില്ലട്ടാ. ഷട്ടർ തുറന്ന് വെള്ളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മരം അടക്കൊലിച്ചു പോവും. നിങ്ങളിങ്ങനെ മരണത്തിന് പേടിക്കില്ലട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മരിക്കാനാണ് ചെയ്ത് നോക്കിയേ, ഈ മരത്തിന്റെ കൊമ്പുകൾ പൊട്ടി വീണാലും മതി. ഉദാഹരണം പറഞ്ഞതാ ശരികളെ. ഗുളിക നിൽക്കണ സമയമാണെങ്കിൽ ചിലപ്പോ ഉദാഹരണം പറയണ സത്യമാവും. പിടിയണോ? അത് പേടിക്കാനില്ല. ഓറഞ്ച് അലർന്നത് പേടിക്കാന്നില്ല. അതെ, ഇനിയിപ്പോ ഏത് നിമിഷം മറ്റേ ഷട്ടർ തുറക്കൂട്ടാ, കുത്തിയൊലിച്ചു പോ. ഞാൻ എങ്ങനെ താമസം മാറാ? നീ ഒന്ന് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കേണ്ട സുഖത. ഇത് കഴിഞ്ഞ റെഡ് അലർട്ട് ഉണ്ട്. ആ സാധനം വരുമ്പോഴാണ് ഇത് ചെറുതായിട്ടൊന്ന് തുറന്നു വിടേണ്ട കാര്യം വരുന്നുള്ളൂ. എപ്പോഴാണ് നിറഞ്ഞിട്ട് തുറന്നു വിടാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തുട്ട് പേടിയത്? അതെ, നിങ്ങളെക്കാൾ പേടിച്ചൂരാണ് എന്റെ ഭാര്യ. അവളിപ്പോ ആകെ കിടന്ന് കാര് പിടിക്കണ്ടാവും. ഞാൻ പോയി സമാധാനിച്ചിട്ട് വരണ. ചങ്കുറപ്പുണ്ടാക്കി, ചങ്കുറപ്പ്.
ഇജ്ജളി പറഞ്ഞ ചങ്കുറപ്പ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് അലർന്ന അച്ഛനെ സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ്. സുധേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഈ JCBയുടെ ട്യൂബ് കിട്ടുന്ന സ്ഥലം അറിയാമോ? ഇവിടെ ചുബാന്റെ ലാലുവിന്റെ കടയിൽ കിട്ടും. ലാലുവിന്റെ കടയിൽ കിട്ടും. അവിടെ ഇട്ടേ ചെയ്തേട്ടാ. എന്നിട്ട് നീ പറഞ്ഞത് സ്ഥിരം കൊടുക്കുന്ന സാധനല്ലേ? സ്ഥിരം കൊടുക്കണമെങ്കിൽ അവിടെ കിടന്നോളൂ. സ്ഥിരം കൊടുക്കണെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ എന്തി കാണിക്കണേന്ന്? അല്ല നീ എന്തൊട്ട് ഉദ്ദേശിക്കുന്നത്? നീ വരുന്നില്ലേ? എന്റെ ശീതളട്ടെ കൊമ്പമീശം വെച്ച് നിങ്ങൾ ഇങ്ങനെ പേടിച്ചു തൂറി ആവല്ലേ? ഓരോരുത്തർ ആ മൊയ്തുനെയൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ നടുക്കറിയുന്ന ഇത് പറയാനറിയില്ല, വീമ്പ് പറയാനറിയാലോ. ഈ ആളുകളുടെ അടുത്തൊന്നും വർത്താനം പറയുന്ന മാതിരിയല്ല. ഇത് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലോ ഈ ജാതി സംസാരം ഒന്നും കിട്ടില്ല നിനക്ക്. ശീതളേട്ട, ഈ വെള്ളം വരുമ്പോഴേ അത് റൂട്ട് മാപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ വഴി അങ്ങ് പൊക്കോളും. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചാടണ്ട. അല്ല നീ ആരാ ഡാൻസറാണ് ഇത്ര ധൈര്യം കാണിക്കാനായിട്ട്? സാധനങ്ങൾ എടുത്തു വെക്കാൻ ശീതളേട്ട അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഗവൺമെന്റ് നമ്മളെ അറിയിക്കില്ലേ ശീതളേട്ടാ? അയ്യോ ഗവൺമെന്റിന്റെ വർത്താനം കേട്ടിട്ട് നീ അതെ അവരുടെ വർത്താനം കേട്ട് എടി നീ ആ ആധാരം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നീ ശരി, മനസ്സിലാക്കിയോ? പോകാം. നമ്മളെങ്ങോട്ട് പോകും? നിങ്ങൾ ആരിയ്ക്കണം? എവിടെ ഇരിക്കണ? തൃശ്ശൂർക്ക് പോവും. അപ്പൊ തൃശ്ശൂരോട്ടെ വെള്ളം വന്നെങ്കിലോ? ഞാൻ ആലപ്പുഴ പോയെന്നാ കുഴപ്പം. ആലപ്പുഴയ്ക്ക് എത്തില്ലേ? ആലപ്പുഴയ്ക്ക് എത്തും. ഇപ്പോഴേ വെള്ളത്തിൽ മുങ്ങി കിടക്കാനുള്ള ആലപ്പുഴ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. ഈ TV തുറന്നിട്ട് 24 മണിക്കൂർ ഈ കണിക്കട ന്യൂസ് കാണാതിരിക്കും. അവർ ഓരോന്നോണം പറയും, നിങ്ങൾ അത് വിശ്വസിച്ച് എന്ന് പറഞ്ഞ് കാണിക്കും. ശ്യാമള നിനക്കിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ലേട്ടാ. ഇപ്പതാ നോക്കിയേ, ഓറഞ്ച് അലാറ എന്തുട്ട് അലാറൊക്കെ ഇപ്പൊ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് റെഡാണ്. അത് വരുമ്പോ മിനിറ്റ് വെച്ചിട്ട് സാധനങ്ങൾ വരിക. നിന്റെ ഈ വർത്താനം നീ തുടിപ്പൊന്നും കാണില്ലേ? ഇപ്പൊ നിങ്ങളെങ്ങോട്ടാ ചപ്പോ? എന്നെ വിളിക്കണ്ട. പറഞ്ഞാൽ മനസ്സിലാവണം മനുഷ്യനായിട്ടുണ്ടെങ്കിൽ. ഇല്ലൊരു കുഴപ്പം വരില്ലെന്ന് ഞാനല്ലേ പറയണത്. ഇത്ര പേടിയില്ലാത്തൊരു ജന്തുവിന്റെ കൂടെ ആയില്ലോ ഞാൻ ജീവിക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ എന്തൊട്ട് ഉദ്ദേശിക്കണം നീ ശ്യാമ? നീ ശീതളേട്ട, ഈ ഡാം ഞാൻ കുഞ്ഞിലേ മുതൽ കാണുന്നതല്ലേ, അത് നമ്മളെ ചതിക്കൂലെന്ന്. നീ എന്താ തെങ്ങ് ചതിക്കില്ല എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞേ? ഇപ്പോഴത്തെ സ്ഥിതി എന്താ പറയുന്നത് നിനക്ക്? നീ ആരെ വിശ്വസിച്ച് നിൽക്കണോളെ? മനുഷ്യന്മാരുടെ ആട്ടിയും കാലം വരച്ചിട്ട് വയ്യാന്ന് ഒരു സമാധാനം കിട്ടല്ലേ? വാർത്ത കേട്ട അന്ന് മുതൽ വിഷമിക്കുന്നത്. ആളുകളുടെ ഇടയിൽ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിട്ട് ഓരോന്നിങ്ങനെ വിളിച്ചു പറയണമെന്നല്ലാണ്ട് ജീവനങ്ങൾ പോകുമ്പോ നിനക്കറിയില്ലേ? ശ്വാസം മുട്ടിയാണ് ചാവും. എന്തായാലും ചാവും. എന്റെ പോരു കോഴി. ഇങ്ങനൊരു പേടിത്തൊണ്ട്